അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ജി സുധാകരൻ പാർട്ടി വിട്ടു. മാത്രമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പുള്ളി മത്സരിക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായിരിക്കും അമ്പലപ്പുഴയുടെ ഒരു മൊത്തത്തിലുള്ള രാഷ്ട്രീയ ഭാവി ഇലക്ഷനൊക്കെ വരാൻ പോകുമ്പോ എന്താ തോന്നണേ? അത് നമ്മൾ സംശയിക്കേണ്ട യാതൊരുവിധ കാര്യമല്ല. കാരണം അമ്പലപ്പുഴ ജി സുധാകർജി ഇങ്ങോട്ട് എടുക്കും, വേറെ ഒരു തർക്കവും അതിലില്ല. കാരണം അദ്ദേഹത്തിന് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല അമ്പലപ്പുഴയിലുള്ള ജനങ്ങൾക്ക് വേണ്ടതൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് റോഡുകളുടെ തമ്പുരാൻ എന്നൊക്കെ പറയാറുണ്ട്. കാരണം എല്ലാവിധ റോഡ് സജ്ജീകരണങ്ങൾ, അതായത് അടിസ്ഥാന സൗകര്യ വികസനങ്ങള് കാര്യമായിട്ട് അമ്പലപ്പുഴ മണ്ഡലത്തിൽ നടത്തിയ വ്യക്തിയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ താല്പര്യമുള്ള മനുഷ്യനാണ്. അത് ജനസമ്മതി അത്യാവശ്യത്തിലേറെ എന്ന് പറയാം. അത്രത്തോളം ജനസമ്മതി ഉള്ള ഒരു നേതാവ് കൂടി ആയതുകൊണ്ട് മറ്റു സംശയമൊന്നും അതിൽ വേണ്ട. അദ്ദേഹം തന്നെ അമ്പലപ്പുഴ നേടും. പ്രത്യേകിച്ച് അമ്പലപ്പുഴയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങനെ പാർട്ടിക്കോട് അങ്ങനെ ഭയങ്കര വേരുകളുള്ള അങ്ങനത്തെ ഒരു സംഭവം ഒന്നും അല്ലല്ലോ. അല്ല, അമ്പലപ്പുഴയ്ക്ക് അങ്ങനെ ഒരു ഇതില്ല. UDFും LDFും വന്നിട്ടുണ്ട്. പക്ഷെ LDFിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജി സുധാകരന്റെ പ്രവർത്തനം. ജി സുധാകരൻ 63 വർഷമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ 63 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഗ്രൗണ്ട് ലെവലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കളി അറിയാം. അതെ. ആ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ LDFിന് ഇത്രയും കാലം ഒരു ഭീഷ്മാചാര്യരായിരുന്നു. അമ്പലപ്പുഴയിൽ ജി സുധാകർജി ഉണ്ട്. അതുകൊണ്ട് എന്തായാലും അവിടെ ആരിറക്കിയാലും അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയാണെന്നുള്ളൊരു സപ്പോർട്ട് മാത്രം മതി. അങ്ങനത്തെ ഒരു ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ട് കൊടുത്തിട്ട് ജയിക്കുകയായിരുന്നു. അതാണ് കഴിഞ്ഞ തവണ സലാമിനൊക്കെ സംഭവിച്ചത്. പക്ഷേ ഇത്തവണ വളരെ വ്യത്യസ്തമായിട്ട് ജി സുധാകർജി പാർട്ടി വിട്ടുകൊണ്ട് സ്വതന്ത്രമായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും പവർഫുള്ളും ആണ് പുള്ളി. അതെ. അത്ര അധികാരത്തോടു കൂടി പുള്ളി ഒരു പ്രതിപക്ഷത്ത് വരുമ്പോ LDF മൊത്തത്തില് വെള്ളം കുടിക്കും. അതുണ്ട്, സാധ്യതയുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പില് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പ്രായം കൂടുതലാണ് എന്നുള്ള ഒരു കാരണം വെച്ചിട്ട് അദ്ദേഹത്തെ ഒതുക്കിയതാണ്. അത് ഉള്ളതാണല്ലോ. പുള്ളിക്കാരനെ മാത്രമല്ല പലരെ ഒതുക്കിയിട്ടുണ്ട്. എന്തായാലും സുധാകർജീനെ അങ്ങനെ ഒതുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തവണ ചുവട് മാറ്റിയതാണ്. മാത്രമല്ല ഇപ്പൊ നമുക്ക് അറിയാവുന്നതാണ്, ഭരണവിരുദ്ധ വികാരമൊക്കെ ജനങ്ങൾക്കിടയിൽ കാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ എത്തും തന്നെയാണ്. 10 വർഷം LDF ഭരണം കഴിഞ്ഞിട്ട് 11ാമത്തെ വർഷം കോൺഗ്രസിലേക്ക് അധികാരം പോവുകയാണ് എങ്കിൽ ഒരു പക്ഷെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ മത്സരിച്ച് MLA ആയി കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനകത്തൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇത്തവണ പൊതുവെ പുള്ളിയുടെ ഒരു രക്തസാക്ഷിത്വം, ഒരു കുടുംബത്തിന്റെ ഒരു രക്തസാക്ഷിത്വം ഒക്കെ കണക്കാക്കുമ്പോ പുള്ളി ശരിക്കും കേസുകാരാണ്, അദ്ദേഹത്തിന്റെ അനിയനെ അത്തരത്തിലുള്ള രക്തസാക്ഷിത്വത്തിന് കാരണമായതെന്നുള്ള ഒരു സാധനം നിലനിൽക്കുമ്പോ തന്നെ ഇപ്പൊ പുള്ളി പറയുമ്പോ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നവരോടായിട്ടുണ്ട്. ഇപ്പൊ അവരൊന്നും ഇല്ല, അതായത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തുറന്നു പറയാതെ ഒരു മൃദുത്വം പുള്ളി നിലപാടിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് പുള്ളി ചിലപ്പം കോൺഗ്രസിലേക്ക് മാറും. നിലവിൽ കോൺഗ്രസ്സുകാരനാവുന്നില്ല, അതൊക്കെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കഥയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെയാണ്. ഇപ്പൊ തന്നെ ഇതിന്റെ കാര്യം ചോദിച്ചപ്പോ പുള്ളി പറയുന്നുണ്ട്, അവരൊക്കെ മുതിർന്ന എന്താ പറയാ റിലീജിയസ് നേതാക്കളല്ലേ, അവരങ്ങനെ മാറിയില്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു നിലപാടാണ്. വളരെ ചെറിയ പ്രായത്തിലെ കുടുംബം മുഴുവൻ. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ കാലത്തെ മർദ്ദനങ്ങളും ജയിൽവാസവും ഒക്കെ അനുഭവിച്ച നേതാക്കൾ ഇപ്പൊ പാർട്ടി തന്നെ വളരെ കുറവാണ്. ഇപ്പം പിണറായി വിജയനൊക്കെയാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. അങ്ങനെ ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇങ്ങനെ കഷ്ടപ്പെട്ടു, അടിയന്തരാവസ്ഥ കാലത്ത് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ കൂടിയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ പുള്ളീനെ അവരുടെ അതെ 50ാമത്തെ വാർഷികത്തെ, അതായത് അദ്ദേഹത്തിന്റെ വീടിന് കുറച്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഏതായിരുന്നു ആ ഹാള്, EMS ഹാളിൽ വെച്ചിട്ടാണ് ആ പരിപാടി നടത്തുന്നത്. ആ പരിപാടിക്ക് അദ്ദേഹത്തിന് വിളിച്ചിട്ടില്ല. അദ്ദേഹം ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ട്, അവിടെ അടിയേറ്റ ഞാൻ മാത്രമേ ഉള്ളൂ, എന്നിട്ട് പോലും എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത്. മാത്രല്ല മൊത്തത്തിൽ കുറെ നാളായിട്ട് പുള്ളിയോട് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അത്തരത്തിലുള്ള തൊട്ടു മുന്നിൽ കൂടെ പോയ പോലും മൈൻഡ് ചെയ്യുന്നില്ല. അതെ, പിന്നെ റിയാസൊക്കെ പല, അതായത് NH-66 ബൈപ്പാസ് ഒക്കെ പുള്ളിയുടെ സംഭാവനകളാണ്. അതൊക്കെ പുള്ളിയുടെ ഐഡിയാസ് ആണ്, പുള്ളിയാണ് ഇതൊക്കെ കാര്യങ്ങൾ ചെയ്തത്. എന്നിട്ട് പോലും അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒന്ന് വിളിക്കുകയോ അദ്ദേഹത്തിന് ക്ഷണിക്കോ, നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിട്ട് ക്ഷണിക്കാത്തതിന്റെ പേരിൽ ഇവിടെ നടക്കുന്ന പുകലുകൾ നമുക്ക് അറിയാവുന്നതാണ്. റിയാസിനെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ. പക്ഷെ ഇതേ ഒരു പ്രശ്നം സുധാകർജി കുറഞ്ഞ വർഷങ്ങളായിട്ട് അവിടെ അനുഭവിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പാർട്ടിയിൽ നേരിട്ട അവഗണന തന്നെയാണ്. അതായത് പിന്നെ ഗോവിന്ദൻ മാസ്റ്ററും അതേപോലെ തന്നെ MM മാണിയടക്കം മണിയടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ കാര്യമായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. പരിഹാസച്ചിരി ചിരിച്ചു എന്ന് പറഞ്ഞ വലിയ പ്രശ്നമായിട്ടുണ്ട്. അത്
സുധാകരനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ ആൾ പറഞ്ഞത് എന്താണ്, പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ പാർട്ടിയിലല്ലെങ്കിൽ ഞാനും സുധാകരനും ഒക്കെ വെറും ഷൂ ആണ് എന്നാണ്. അപ്പൊ പുള്ളി മറുപടി കൊടുക്കുന്നുണ്ട്, ഇടുക്കിയിലെ ഷൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഷൂ തന്നെയാണെന്നാണ് കുറച്ചു മുമ്പ് പുള്ളി പറയുന്നത്. മണിക്ക് വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ ഇതൊന്ന് ചരിത്രം ഒന്ന് പരിശോധിക്കുക. ചരിത്രമല്ല, ഒരു 10 വർഷത്തെ ഒരു ഇത് മനസ്സിലാക്കിയാല് നല്ല രീതിയിൽ അവഗണന നേരിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു നിലപാടിലേക്ക് അദ്ദേഹം എത്തിയത്. അധികാര കൊതി എന്നൊക്കെ നമ്മൾ വിമർശിച്ചാൽ പോലും ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു സാധനം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ തിരിച്ചടിക്കും ഉള്ളി. ഉറപ്പായിട്ട് തിരിച്ചടിക്കും. ഇവിടെ ഇനിയിപ്പോ നടക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, അവിടെ നടക്കാൻ പോകുന്നത് സുധാകർജിയോടാണ് ഇനി ഇടതുപക്ഷം ഏറ്റുമുട്ടുന്നത്. ഇവിടെ വേറൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാല്, സുധാകർ വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്. കുറച്ചൊരു മുൻകോപി ഒരു സ്വഭാവം, അങ്ങനെയുള്ള ഒരു ദുർവാസാവ് ഇമേജ് ഒക്കെ പുള്ളിക്കുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഇപ്പൊ പാർട്ടിയിലാണെങ്കിൽ പോലും പാർട്ടിയുടെ ഒരു രീതിക്ക് അദ്ദേഹം നിൽക്കുന്നില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു വിമർശനം. പാർട്ടിയുടെ രീതിയിലല്ല നിൽക്കുന്നത് എന്നുള്ള വിമർശനമുണ്ട്. പക്ഷെ അദ്ദേഹം എല്ലാം വെട്ടി തുറന്ന് പറയും, കാര്യങ്ങളൊക്കെ അങ്ങനെ പറയും. അദ്ദേഹം നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു വിമർശനം വരുന്ന വെച്ചാൽ അധികാരമോഹം കൊണ്ടാണ് എന്നാണ് അദ്ദേഹം അതിന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരൊന്നും ഇതിനല്ലല്ലോ എന്നുള്ളത്. അതില് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നിയ ബാക്കിയുള്ള ആളുകളൊക്കെ പാർട്ടി വിട്ടു പോയിട്ടുള്ളത് അധികാരമോഹം എന്നുള്ളൊരു അല്ല, പൊളിറ്റിക്കൽ പ്രശ്നങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നമ്മളെ നിലപാടിലൊക്കെ ഉണ്ടാവുന്ന ചില ഗൗരിയമ്മേനെ ഒക്കെ വിഷയങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ഇത് അധികാരത്തിനാണ് എന്നുള്ള വിമർശനം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് ജനങ്ങൾക്കിടയിൽ പ്രശ്നമല്ല. കാരണം ജനങ്ങൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, അവിടെ കോൺഗ്രസിനായാൽ പോലും കോൺഗ്രസ് ഇദ്ദേഹത്തിന് പ്രത്യക്ഷത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ടുകൾ പോലും സുധാകരനാണ് അവിടെങ്കിൽ ഇങ്ങോട്ട് പോകും. അത് മാത്രമല്ല, മതസംഘടനകളുമായിട്ടും പുള്ളിക്കൊരു തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം മുസ്ലിം വിഭാഗത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകൾ അദ്ദേഹം പറയുന്നത് അവർ സെക്കുലർ ആണല്ലോ എന്നുള്ള രീതിയിലാണ്. അതായത് അദ്ദേഹത്തിന് വളരെ കോൺഫിഡന്റ് ആണ് അദ്ദേഹത്തിന് മുസ്ലിം വോട്ടുകൾ എന്തായാലും കിട്ടുന്നു. അതേപോലെ തന്നെ സമുദായ സംഘടനകളായാലും അതെ കാര്യമൊക്കെ അറിയാലോ. ആ ഒരു രീതിയിൽ സുകുമാരൻ നായരായിട്ട് പുള്ളി കാണാൻ പോയി എന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള സാധനം ഒരു സമയത്ത് ഭയങ്കര ചർച്ചയിലുണ്ടായിരുന്നാണല്ലോ. അപ്പൊ എല്ലാ തരത്തിലൊരു ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ PW മിനിസ്റ്റർ ആയിരുന്നപ്പം ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്, ഭയങ്കര കർക്കശക്കാരനുമായിരുന്നു, കാര്യങ്ങളൊക്കെ പക്കയായിരുന്നു, ഒരു അഴിമതി കേസുകളും പുള്ളിക്കില്ല, അങ്ങനത്തെ ഒരു ഇമേജ്. പക്ഷെ പരിപാടി നടന്നില്ലെങ്കിൽ ദേഷ്യപ്പെടും, പക്ഷെ സ്റ്റിൽ പുള്ളിക്ക് അങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ കറ കളഞ്ഞ രാഷ്ട്രീയക്കാരൻ എന്ന് പറയില്ലേ. അദ്ദേഹത്തിന് എന്തൊക്കെ പറഞ്ഞ ആളുകൾ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഏത് രീതിയിൽ വിമർശിച്ചാലും ഇങ്ങനെ ഒരു ഇതില്ല. കാരണം അദ്ദേഹം അഴിമതി രഹിതമായിരുന്നു. അഴിമതി ഒന്നുമില്ല. അദ്ദേഹം കറക്റ്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അമ്പലപ്പുഴയിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് വെച്ചാൽ നമ്മൾ പാലയിൽ പോയി കഴിഞ്ഞാൽ മാണി കൊടുത്തു നമ്മൾ പറയാറുണ്ട്, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അതേപോലെ തന്നെയാണ് അമ്പലപ്പുഴ. ഇദ്ദേഹം നിന്നതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിൽ വലിയ രീതിയിലുള്ള വികസനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ സംതൃപ്തരാണ്. അവരെന്തായാലും അദ്ദേഹത്തിന് പിന്തുണയ്ക്കുക തന്നെ ചെയ്യും. പിന്നെ ഇനി നടക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇവര് തമ്മിലുള്ള പ്രശ്നമാണ്. അല്ല, പാർട്ടിയിൽ ഒരു പറയും പ്രശ്നമായിരിക്കും, പുള്ളി മറ്റേ അടുത്ത കുലംകുത്തിയായിട്ട് മാറാം. അതൊന്നും ജനങ്ങൾക്കിടയിൽ ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ തവണ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 11,000 എത്രയോ വോട്ടിന് മാത്രമാണ് എച്ച് സലാം ജയിക്കുന്നത്. എച്ച് സലാം തന്നെ ഇദ്ദേഹത്തിന്റെ പിൻഗാമിയാണ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് മാത്രം കിട്ടിയതാണ്. അപ്പം അദ്ദേഹം തന്നെ ഇറങ്ങുകയാണെങ്കിൽ, LDF സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹം ഏറ്റുമുട്ടേണ്ടത് രാഷ്ട്രീയ ഭീഷ്മാചാര്യർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന അങ്ങനെ. അതുകൊണ്ടാണ് അത് കുറഞ്ഞു എന്നത് അദ്ദേഹത്തിന് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. അദ്ദേഹം കാര്യമായിട്ട് ജോലി ചെയ്തിട്ടില്ല, വർക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെ ഉള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം നേരിടേണ്ടി വരിക ജി സുധാകരനോടാണ്. അത് വലിയൊരു വിഷയം തന്നെയാണ്. പുള്ളി നിന്നിട്ടുണ്ടെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ വേണമെങ്കിൽ ജയിക്കുമായിരിക്കും. അതെ, വൻ ഭൂരിപക്ഷമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പാർട്ടിക്കാരും സപ്പോർട്ട് ചെയ്യും. അതായത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ജനകീയ മുഖം അമ്പലപ്പുഴയിലുണ്ട്. അത് നേടിയെടുത്തത് അത് ഇന്നും ഇന്നലെ ഒന്നും കിട്ടിയതല്ല. അത് വർഷങ്ങളോളമുള്ള പ്രവർത്തനത്തിലൂടെ അദ്ദേഹം ആർജിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ജി സുധാകർ ഒരു ചെറിയ മീനല്ല. അത് പാർട്ടിക്ക്, അതായത് ഇപ്പൊ പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരമൊക്കെ ഇത്ര ആളി പടരുന്ന ഒരു സാഹചര്യത്തില് ജി സുധാകർജിയുടെ ഒരു ചുവടുമാറ്റം അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ച് മത്സരത്തിലേക്ക് വരുന്നത് എന്തായാലും പാർട്ടിക്ക് തിരിച്ചടിക്കും. ഒരു സംശയമില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മൾ ത്രികോണ മത്സരമല്ല. അമ്പലപ്പുഴയിൽ കൃത്യമായിട്ട് നടക്കുന്നത് ജി സുധാകരൻ വേഴ്സസ് LDF മത്സരം തന്നെയാണ്. അതാണ് ഇനി നമ്മൾ കാണാനുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാൻ എന്താ സംഭവിക്കുക എന്നുള്ളത്.